ഹലോ ഗായ്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ പാർട്ട് 2. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയലിനെ കുറിച്ചും ലേബറിനെ കുറിച്ചും പറഞ്ഞു. അതെ, 2 എലമെൻറ്റ്. ഇന്ന് 3rd എലമെൻറ്റ് എക്സ്പെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എക്സ്പെൻസ്, ഓക്കെ, എന്താണെന്ന് നോക്കാം. Expenses refers to all costs other than materials and labor. മെറ്റീരിയൽ ഇനത്തിലും ലേബർ ഇനത്തിലും അല്ലാതെ വരുന്ന എല്ലാ ചെലവുകളെയുമാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസസ് റെഫേഴ്സ് ടു എക്സ്പെൻസസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ജോബ്. Any direct cost other than direct material and direct labor can be called direct expense. Example, hiring charges of a special machine for a particular job, cost of patents, plans or designs for a particular job, research and development expenses related to a particular job, fees paid to architects and surveyors for a particular job, royalty paid to lessor for a particular contract, ട്രാവലിംഗ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് എ പർട്ടിക്കുലർ ജോബ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജോബിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാത്ത ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഹയറിംഗ് ചാർജസ് ഓഫ് എ സ്പെഷ്യൽ മെഷീൻ ഫോർ എ പർട്ടിക്കുലർ ജോബ്. അതായത് ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി എടുക്കുന്ന മെഷീനറിയുടെ ഹയറിംഗ് ചാർജ്. അതേപോലെ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാറ്റേൺസ്, പ്ലാൻസ്, ഡിസൈനൊക്കെ ചെയ്യേണ്ടി വരും, അതിന് വരുന്ന കോസ്റ്റ്. അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. അതേപോലെ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് നമ്മുടെ ആർക്കിടെക്ട്സിൻ്റെയും സർവേയേഴ്സിൻ്റെയൊക്കെ ഫീസ്. അതേപോലെ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൻ്റെ റോയൽറ്റി പേ ചെയ്യുന്നതിൻ്റെത്, ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെ വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിൾ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഈ എക്സാമ്പിളും ജസ്റ്റ് മീനിങ്. ഓക്കെ, നമുക്ക് എക്സാമിന് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നോക്കാം. Indirect expenses refers to the expenses which cannot be identified with a particular product or job. Any indirect cost other than direct material or indirect labor can be called indirect expense. Sorry, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. Any indirect cost other than indirect material or indirect labor can be called indirect expense എന്നാണ്. Example, rent, rates and taxes, insurance, lighting and heating, printing and stationery, postage, telegrams and telephones, depreciation. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? നമ്മൾ നേരത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതായത് ഇന്ന പ്രൊഡക്റ്റിൽ നിന്നാണ് നമുക്ക് ഈ എക്സ്പെൻസ് ഉണ്ടായത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും അല്ലാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സ്. ഇൻഷുറൻസ് ഒക്കെ ഇപ്പം നമുക്ക് ഇന്ന പ്രൊഡക്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ന ജോബിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ അതേപോലെ ലൈറ്റിങ്, ഇപ്പോൾ ഏത് റൂമത്തെ ലൈറ്റാണെന്നും പറയാൻ കഴിയില്ലല്ലോ, മൊത്തത്തിലല്ലേ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലഗ്രാംസ് ആൻഡ് ടെലഫോൺസ്, ഡിപ്രീസിയേഷൻ എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് ഓവർ ഹെഡ് എന്താണെന്ന് നോക്കാം. പ്രൈം കോസ്റ്റ് എന്താ? നമ്മുടെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ടോട്ടൽ അല്ലേ. അപ്പോൾ ഓവർ ഹെഡും നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ടോട്ടൽ എന്ന് അല്ലേ. അപ്പം എന്താണ് ഓവർ ഹെഡ്? ഓവർ ഹെഡ്സ് മീൻസ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും ടോട്ടലിനെ നമ്മൾ ഓവർ ഹെഡ് എന്നാണ് പറയുക. ഇറ്റ് ഇസ് ദി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഓവർ ഹെഡ്സ് ഈസ് നോർമലി ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ്, it refers to all indirect costs incurred in connection with the production. They are expenses incurred in the factory for converting the raw materials into finished goods. They consist of indirect material, indirect labor and indirect expenses incurred in factory.
Factory overheads includes the following: indirect material, indirect labor, rent rates and insurance of factory buildings, repairs and maintenance of factory buildings and plant and machinery, depreciation of factory buildings and plant and machinery, factory lighting and heating, work manager's salary, ideal time and overtime wages of workers, stationery and telephone expenses of factory. അപ്പോൾ എന്താണ് ഫാക്ടറി ഓവർഹെഡ്? ഇതൊക്കെ നമുക്ക് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം അതെവിടെ ചേർക്കണം, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് എന്താണെന്ന് നോക്കാം. അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയുമാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാക്ടറിയിൽ നടക്കുന്ന, അതായത് റോ മെറ്റീരിയലിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സായി കൺവേർട്ട് ചെയ്യുന്നതിനുണ്ടാകുന്ന എക്സ്പെൻസൊക്കെ നമ്മൾ ഫാക്ടറി ഓവർഹെഡിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാക്ടറിയിൽ ഇൻകർ ആവുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, റെൻറ്റ് റേറ്റ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് റേറ്റ്, ഇൻഷുറൻസ് ഒക്കെ. അതേപോലെ അവിടെ വരുന്ന റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ ഡിപ്രീസിയേഷൻ, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, നമ്മുടെ വർക്ക് മാനേജേഴ്സിൻ്റെ സാലറി, അതേപോലെ ഓവർ ടൈം ചെയ്യുന്നതിനൊക്കെ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ്, സ്റ്റേഷനറി, ടെലിഫോൺ എക്സ്പെൻസ് ഒക്കെ നമ്മുടെ ഫാക്ടറി ഓവർഹെഡിലാണ് വരിക. ഓക്കെ, ഇനി സെക്കൻഡ് വൺ നോക്കാം, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. It refers to all indirect costs incurred in connection with the general administration of the concern. They include indirect material, indirect labor and indirect expense incurred in connection with the general administration. അതെന്താണ്? നമ്മുടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ് നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓവർഹെഡ് അതിൽ വരിക. ഓക്കെ, അതായത് ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ ചാർജ് ചെയ്യുക. ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് സാലറീസ് ഓഫ് ജനറൽ മാനേജർ, ഓഫീസ് മാനേജർ ആൻഡ് എംപ്ലോയീസ്. നമ്മുടെ ജനറൽ മാനേജർ, അതുപോലെ ഓഫീസ് മാനേജർ, എംപ്ലോയീസ് ഒക്കെ നമ്മുടെ ജനറൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറീസ്, അതുപോലെ നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെൻറ്റ് റേറ്റ്, ഇൻഷുറൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, നമ്മുടെ ഓഫീസ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ, അതേപോലെ ഓഫീസിലെ എക്സ്പെൻസ് ആയിട്ട് വരുന്ന സ്റ്റേഷനറി ആൻഡ് ടെലിഫോൺ, അതൊക്കെ. പിന്നെ ലൈറ്റിങ്, ഹീറ്റിങ്, ഡയറക്ടേഴ്സിൻ്റെ ഫീ, ഓഡിറ്റ് ഫീ, ലീഗൽ ചാർജൊക്കെ നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ എക്സാമ്പിളാണ്. ഇനി തേർഡ് വൺ നോക്കാം, സെല്ലിംഗ് ഓവർഹെഡ്. It refers to all indirect costs incurred in connection with the selling function. They are expenses incurred for creating and retaining demand for the products of the company. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുമാണ് സെല്ലിംഗ് ഓവർഹെഡ്. അപ്പോൾ ഒരു കമ്പനിയിലെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അത് റീറ്റെയിൻ ചെയ്യാനൊക്കെ വരുന്ന കോസ്റ്റില്ലേ, അത് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഓവർഹെഡിലാണ് ചാർജ് ചെയ്യുക. ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് സെയിൽസ് മാനേജർ ആൻഡ് സെയിൽസ്മാൻ. നമ്മുടെ സെല്ലിംഗ് ഓവർഹെഡ് മാനേജ് ചെയ്യുന്നത് സെയിൽസ് മാനേജറാണ്, സെയിൽസ്മാൻ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന സാലറീസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ഷോറൂം, അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി എക്സ്പെൻസ് ഒക്കെ സെല്ലിംഗ് ഓവർഹെഡിലാണ് വരിക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. It refers to all indirect costs incurred in connection with distributing the goods from the place of production to the place of consumption. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് നമ്മുടെ കൺസംഷനിലേക്ക്, നമ്മുടെ കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തിക്കുന്നത് വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസംഷൻ പ്ലേസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരിക എന്ന് പറഞ്ഞു. ഇതിന് എക്സാമ്പിളാണ് സാലറീസ് ഓഫ് വെയർഹൗസ് സ്റ്റാഫ്, നമ്മുടെ വെയർഹൗസിൽ നിൽക്കുന്ന സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി. പിന്നെ റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് വെയർഹൗസിൻ്റെ റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷനൊക്കെ. അതുപോലെ പാക്കിംഗ് എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഡെലിവറി വാൻ്റെ എക്സ്പെൻസ് ഒക്കെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലാണ് വരിക.
അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് വൺ, അതായത് നമ്മുടെ ലാസ്റ്റ് എലമെൻറ്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഓവർ ഹെഡ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. എല്ലാ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനെയും ടോട്ടലിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുക. അതിൽ വരുന്ന 4 ടൈപ്പ് ഓഫ് ഓവർ ഹെഡും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു. Support our channel for more videos. Subscribe Acuveda.